ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCERT സോഷ്യൽ സയൻസിൽ നിന്നുള്ള 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നാമത്തെ ചാപ്റ്റർ SCERT സോഷ്യൽ സയൻസ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബയോളജി കംപ്ലീറ്റ് SCERT 10ാം ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ലോകം 20ാം നൂറ്റാണ്ടിൽ എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആഫ്രിക്കൻ വൻകരയുടെ ഭൂപടമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആഫ്രിക്കൻ വൻകരയുടെ ഭൂപടമാണ്. ആഫ്രിക്ക 1914 ആഫ്രിക്കൻ വൻകരയുടെ ഒരു ഭൂപടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകളുടെ പ്രത്യേകതകൾ കണ്ടെത്താമോ? അപ്പോൾ ഇവിടെ ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ തന്നിട്ടുണ്ട്. അവയിൽ മിക്കതും ഏകദേശം നേർരേഖയിലാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആഫ്രിക്കയിലെ രാജ്യങ്ങളാണ് ഓരോന്നും ഇത് ഓരോന്നും എന്താണ്, നേർരേഖയിലാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും അതിർത്തികളെന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ നേർരേഖയിലായത്? വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യർ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു. അപ്പോൾ വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യർ എന്ത് ചെയ്തു? 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൽ അതിർത്തികൾ വരച്ച് ആഫ്രിക്കയെ വീതം വയ്ക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആഫ്രിക്കയുടെ ഓരോ അതിരുകളും ഏത് രീതിയിൽ കാണപ്പെടുന്നത്? നേർരേഖയിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്തിനായിരിക്കാം ആഫ്രിക്കയെ വീതം വച്ചത്? വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. അപ്പോൾ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ആഫ്രിക്കയെ ഇങ്ങനെ വീതം വെച്ചത്? വിഭവങ്ങൾ ചൂഷണം ചെയ്യാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഈ ഒരു വീതം വയ്ക്കലെന്ന് പറയുന്നത്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക്. അപ്പോൾ മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക് 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തത് ഓർക്കുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി 18ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചു. 18ാം നൂറ്റാണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ വ്യാവസായിക വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട് ചോദിച്ചാൽ ഏത് നൂറ്റാണ്ട്? 18ാം നൂറ്റാണ്ട്. വ്യാവസായിക വിപ്ലവം 18ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം 18ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചത്. ഇത് ക്രമേണ ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ ഈ വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചുവെങ്കിലും ക്രമേണ ഇത് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ നിന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടി. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ എന്ത് ചെയ്തു? ഉൽപ്പാദനം കൂട്ടി. ഇത് അവരുടെ ലാഭത്തിൽ വർധനവുണ്ടാക്കി. അപ്പോൾ വ്യാവസായിക വിപ്ലവ ഫലമായി ഫാക്ടറികളിൽ മൂലധക്ഷേപണം നടത്തി. അപ്പോൾ ഇത് മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടുന്നതിന് കാരണമായി. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഉൽപ്പാദനം കൂടിയാൽ എന്ത് ചെയ്യും? ലാഭം വർദ്ധിക്കും. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം എന്നറിയപ്പെട്ടു. അപ്പോൾ എന്താണ് മുതലാളിത്തം എന്ന് പറഞ്ഞാൽ? ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും ആര് നിയന്ത്രിക്കുന്നു? സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്നു. ഇത്തരം സമ്പദ് വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മുതലാളിത്തം.
വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? മുതലാളിത്തം വന്നപ്പോൾ അവിടെ വൻകിട വ്യവസായങ്ങളുടെ വരവുണ്ടായി. ഇത് മൂലധന നിക്ഷേപത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചിരുന്നു. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി എന്ത് ചെയ്തു? ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ആ സ്വന്തം രാജ്യത്തിന് മതിയാകുന്നതിലും അധികമുണ്ടായിരുന്നു. അവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മാത്രം മതിയാകുമായിരുന്നില്ല. അപ്പോൾ ഇവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മാത്രം മതിയാകുമായിരുന്നില്ല. ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. അപ്പോൾ ഇതെന്ത് ചെയ്തു? യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് എന്തായി? കാരണമായി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏഷ്യൻ, അതുപോലെ ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ എന്തുണ്ടായിരുന്നു? കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി. അപ്പോൾ ഇവിടെ ബന്ധമുണ്ടായിരുന്ന, കച്ചവട ബന്ധമുണ്ടായിരുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഇവരെന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങൾ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് എന്ത് ചെയ്തു? സാമ്പത്തിക ചൂഷണം നടത്തി. ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറി. എന്നിട്ട് എന്ത് ചെയ്തു? ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയവയെ ഇവരെന്ത് ചെയ്തു? അവരുടെ കോളനികളാക്കി മാറ്റി. ഈ പ്രക്രിയയെ കോളനിവൽക്കരണം എന്നറിയപ്പെട്ടു. അപ്പോൾ ഈ പ്രക്രിയയാണ് എന്തെന്നറിയപ്പെടുന്നത്? കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നത്. മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരായി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരായിട്ട് എന്ത് ചെയ്തു? തൊഴിലാളികൾ എന്ത് ചെയ്തു? സംഘടിച്ചു. അവർ അങ്ങനെ എന്ത് ചെയ്തു? അവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അപ്പോൾ മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്തതിൻ്റെ ഭാഗമായി അവിടെ എന്ത് ചെയ്തു? തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരങ്ങളും അതിലൂടെ തൊഴിലാളികൾ നേടിയ വേതന വർധനവ് മുതലാളിമാരുടെ ലാഭത്തിൽ കുറവുണ്ടാക്കി. അപ്പോൾ തൊഴിലാളി സംഘടന രൂപം കൊണ്ടു. ഇങ്ങനെ രൂപം കൊണ്ട തൊഴിലാളി സംഘടനകൾ എന്ത് ചെയ്തു? നിരന്തരം സമരങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അവർ ജോലിയൊന്നും ചെയ്യാതെ നിരന്തരം സമരങ്ങൾ ഉണ്ടാക്കി. ഇതിലൂടെ തൊഴിലാളികൾ എന്ത് ചെയ്തു? നേടിയ വേതന വർധനവ് നേടിയെടുത്തു. അവരുടെ വേതനം, അവരുടെ കൂലി എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. ഇത് മുതലാളിമാരുടെ ലാഭത്തിൽ കുറവുണ്ടാക്കി. യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായാണ് കണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ലക്ഷ്യം എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ കണ്ടത് എങ്ങനെയാണ്? അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ കണ്ടിരുന്നത്. പിൽക്കാലത്ത് കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തു? ഈ കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി. അതിന് മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ കോളനികളിലെ കൊളോണിയൽ മേധാവികൾ മൂലധന നിക്ഷേപം നടത്തുന്നതിന് അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ അതിനുള്ള പ്രധാന കാരണങ്ങൾ തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. അപ്പോൾ എന്തൊക്കെയാണ്? തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി നൽകിയാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ കോളനികളിൽ എന്തുണ്ട്? അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ വിതരണം ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഇവർക്ക് കുറഞ്ഞ ആകുന്നതേ ഉള്ളൂ. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. അപ്പോൾ കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടമാണ് സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നത്. അപ്പോൾ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ സാമ്രാജ്യത്വം എന്നാൽ എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്.
നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, സൈനിക ശേഷി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണങ്ങൾ നടപ്പിലാക്കിയത് ഏത് വിധമാണ്? നിയമവ്യവസ്ഥ, അവർ കുറച്ച് നിയമങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അതുപോലെ ഭരണ സംവിധാനം, പിന്നെന്താണ്? സൈനിക ശക്തി. ഇതൊന്നും അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുക? സൈനിക ശക്തി നടപ്പിലാക്കുക. അങ്ങനെ വിവിധ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്? കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത്. സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? അപ്പോൾ ഈ സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. അപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായി എന്ത് ചെയ്തു? കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. അപ്പോൾ കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അപ്പോൾ പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം ഇവരെന്ത് ചെയ്യണം? നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ആര് പ്രേരിതരായി? ഈ കോളനികൾ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. അപ്പോൾ ഭക്ഷ്യവിളകളൊക്കെ കൃഷി ചെയ്യൽ നിർത്തിയിട്ട് നാണ്യവിളകൾ കൃഷി ചെയ്തപ്പോൾ അത് ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും കാരണമായി. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്തു? ഈ യൂറോപ്യന്മാർ വ്യാപകമായി കൊള്ളയടിച്ചു കൊണ്ടുപോയി. അതുപോലെ തദ്ദേശീയമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു. അപ്പോൾ തദ്ദേശീയമായി ഉണ്ടായിരുന്ന കല, അതുപോലെ സാഹിത്യം, അവരുടെ ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ ബാധിച്ചത് ഈ രീതികളിലൊക്കെയായിരുന്നു. അപ്പോൾ കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും നിയമവ്യവസ്ഥയും എന്ത് ചെയ്തു? മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. തദ്ദേശീയമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. അപ്പോൾ എന്തൊക്കെയാണ്? ഈ കോളനികൾക്കും അതുപോലെ കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരം എന്ത് ചെയ്തു? സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞിട്ട് പോകാം. അപ്പോൾ വ്യവസായ വിപ്ലവം ആരംഭിച്ച കാലഘട്ടം അല്ലെങ്കിൽ ഏത് നൂറ്റാണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മൾ പഠിച്ചു 18-ാം നൂറ്റാണ്ടിലാണ് എന്താരംഭിച്ചത്? 18-ാം നൂറ്റാണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം, അപ്പോൾ വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ് വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മുതലാളിത്തം എന്നാണ് അത് അറിയപ്പെടുന്നത്. മുതലാളിത്തം എന്നറിയപ്പെടുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം അറിയപ്പെടുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. സാമ്രാജ്യത്വം. ഇനി സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ആരെന്നുകൂടി നമുക്ക് നോക്കിയിട്ട് പോകാം. അപ്പോൾ സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് പറയാം സാമ്രാജ്യത്വത്തിനെതിരായി രാഷ്ട്രീയ സമരം നയിച്ചതാരാണ്? ഗാന്ധിജിയാണ്. ഇന്ത്യയിൽ ഗാന്ധിജി. അതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ ആരായിരിക്കും? ദക്ഷിണാഫ്രിക്കയിൽ വരുമ്പോൾ ആരാണ്? നെൽസൺ മണ്ടേലയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല. ഇനി ഘാനയിലാണെങ്കിൽ ആരാണ്? ഘാനയിൽ കോമി എൻക്രൂമയാണ്. ഘാനയിൽ കോമി എൻക്രൂമ. കെനിയയിലാണെങ്കിലോ ജോമോ കെനിയാത്ത. കെനിയയിൽ ജോമോ കെനിയാത്ത. കെനിയ ജോമോ കെനിയാത്ത.
അപ്പോൾ ഇവരൊക്കെയാണ് സാമ്രാജ്യത്വത്തിനെതിരായി എന്ത് ചെയ്തത് സമരം നയിച്ച പ്രധാന രാഷ്ട്രീയ നേതാക്കളെന്ന് പറയുന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്ന പേരെന്താണ്? അതിനെയാണ് അപകോളനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം നേടി. അതിന് പറയുന്ന പേരാണ് അപകോളനീകരണം. അപകോളനീകരണം എന്നാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്ന പേരാണ് അപകോളനീകരണം. ഒന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഒന്നാം ലോകമഹായുദ്ധം. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ എന്ത് ചെയ്തു? ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇതിന് വഴിതെളിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? കോളനികൾക്ക് വേണ്ടി മത്സരങ്ങൾ, അവരുടെ കമ്പോളങ്ങൾ, അവരുടെ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യണം? വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങൾ വേണം. അപ്പോൾ അതിന് രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി മത്സരങ്ങൾ നടത്തി. അത് അവർക്കിടയിൽ എന്ത് ചെയ്തു? ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. അപ്പോൾ ശത്രു ആരാണ്, മിത്രം ഏതാണെന്ന് തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായി. ഇതിൻ്റെ ഫലമായി എന്ത് ചെയ്തു? സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് ഇത് വഴിതെളിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട രണ്ട് സഖ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും. ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡൻ്റെയും ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധത്തിന് വഴിതെളിച്ച സൈനിക സഖ്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിലും ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഒരുപാട് തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? ജർമ്മനിയുണ്ട്, ഇറ്റലിയുണ്ട്, പിന്നെ ആരും കൂടിയുണ്ട്? ഓസ്ട്രിയ ഹംഗറിയുമുണ്ട്. അപ്പോൾ ജർമ്മനി, ഇറ്റലി, ഹംഗറി, ഓസ്ട്രിയ ഹംഗറി ഇവർ മൂന്നുമാണ് എന്തിലുള്ളത്? ത്രികക്ഷി സഖ്യത്തിലുള്ളത്. അപ്പോൾ ഒരു കൊച്ചു കോഡിലൂടെ നമുക്കിത് പഠിക്കാം. ജർമ്മനിക്കും ഇറ്റലിക്കും ഹംഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശപ്പ് എന്ന് ആലോചിച്ചാൽ മതി. ഹംഗറി അപ്പോൾ ജർമ്മനിക്കും ഇറ്റലിക്കും നല്ല വിശപ്പാണ്. അപ്പോൾ ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ ഹംഗറി എന്നിവയാണ് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്നത്. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നത് ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവരാണ് ഏതിലുൾപ്പെടുന്നത്? നമ്മുടെ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നത്. അപ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, EFR ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവർ EFR ആണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നത്. അപ്പോൾ ഈ എന്നത് എൻ്റെ ഫ്രണ്ട് എന്ന് ആക്കിക്കൂടെ? അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദമായില്ലേ? സൗഹാർദ്ദം ഫ്രണ്ട് തമ്മിലാണല്ലോ നല്ല സൗഹാർദ്ദമുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു കോഡിലൂടെ പറയാം. ഈ ഫ്രണ്ട് എന്ന് പറയുമ്പം ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവരാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെടുന്നത്. ഈ ഫ്രണ്ട് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇത്തരം സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചു. അപ്പോൾ ഈ സഖ്യങ്ങളൊക്കെ രൂപീകരിച്ചത് എന്ത് ചെയ്തു? യൂറോപ്പിൽ ഒരു യുദ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഈ മൂന്ന് സഖ്യങ്ങൾ ചേർന്നില്ലയോ, ഇവർ തമ്മിൽ എന്ത് ചെയ്തു? വൻ വിനാശകാരികളായ പുതിയ പുതിയ ആയുധങ്ങളൊക്കെ ഇവർ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്തു.
സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ഈ ഓരോ രാജ്യങ്ങളിൽ സാമ്രാജ്യത്വത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? വിവിധ തരത്തിലുള്ള മാർഗങ്ങൾ അവർ സ്വീകരിച്ചു. അതിലൊന്നാണ് തീവ്രദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ സാമ്രാജ്യത്വത്തിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊരു മാർഗമാണ് തീവ്രദേശീയത എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. അപ്പോൾ തീവ്രദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇതിനെയാണ് തീവ്രദേശീയത എന്നറിയപ്പെടുന്നത്. അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്രദേശീയത എന്നറിയപ്പെടുന്നത് എന്താണ്? മറ്റ് രാജ്യങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമാണ് എന്ത് പറയുന്നത്? തീവ്രദേശീയത അഥവാ അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ തീവ്രദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം രാജ്യം ചെയ്യുന്നതെല്ലാം ശരിയാണ്, താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അതിനെ എന്ത് ചെയ്യുക? ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് തീവ്രദേശീയത എന്ന് പറയുന്നത്. തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും പ്രതികാര പ്രസ്ഥാനവും. അപ്പോൾ തീവ്രദേശീയതയുടെ ഫലമായിട്ട് അഥവാ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അതാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. ഇത് മൂന്നുമാണ് എന്തിൻ്റെ ഫലമായിട്ട്? അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്രദേശീയതയുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ. ഇനി ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് പാൻ സ്ലാവ് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. എന്താണ് പാൻ സ്ലാവ് പ്രസ്ഥാനം? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അപ്പോൾ റഷ്യയ്ക്കൊരാഗ്രഹം ആരെയൊക്കെയാ? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. അപ്പോൾ ഏതൊക്കെയാണ്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ. അപ്പോൾ അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ അതിനുവേണ്ടി റഷ്യ രൂപീകരിച്ചൊരു പ്രസ്ഥാനമാണ് ഏത് പ്രസ്ഥാനം? പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് ഇനി എന്താണ്? പാൻ ജർമ്മൻ പ്രസ്ഥാനമുണ്ട്. അപ്പോൾ അടുത്ത് പാൻ ജർമ്മൻ പ്രസ്ഥാനം മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും. അപ്പോൾ മറ്റത് നമ്മൾ പറഞ്ഞു കിഴക്കൻ യൂറോപ്പിലെ ഏതൊക്കെയാണ്? കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, അതുപോലെ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ആരാഗ്രഹിച്ചത്? റഷ്യ ആഗ്രഹിച്ചത്. അപ്പോൾ അതിനുവേണ്ടി റഷ്യ രൂപീകരിച്ച പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. ഇനി ഇവിടെ ജർമ്മനി എന്ത് ചെയ്തു? പാൻ ജർമ്മൻ പ്രസ്ഥാനം കൊണ്ടുവന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗമാണ് ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നത്. അപ്പോൾ മധ്യ യൂറോപ്പിലും ബാൾക്കൺ മേഖലയിലും, ഇവിടെ രണ്ട് സ്ഥലങ്ങളാണ്, മധ്യ യൂറോപ്പ്, ബാൾക്കൺ മേഖല. ഇവിടെ എന്തിനു വേണ്ടിയിട്ട്? സ്വാധീനം ഉറപ്പിക്കാനായി ആരാണ്? ജർമ്മനി കണ്ടെത്തിയൊരു മാർഗമാണ് ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതാണ്. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുന്നതിന്, മറ്റത് റഷ്യ എന്താണ്? പാൻ സ്ലാവ് വിഭാഗക്കാരെ ഏകീകരിക്കുന്നതിന് വേണ്ടി. ഇവിടെ ജർമ്മനി ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. എവിടെയൊക്കെ ഉള്ളതാണ്?
മധ്യ യൂറോപ്പിലും ബാൾക്കൺ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെന്ത് ചെയ്തത്? ടൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കാനായി ശ്രമം നടത്തിയത്. അങ്ങനെ ജർമ്മനി കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ഏത് പ്രസ്ഥാനം? പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഇനി ഇതിനെതിരെ ഒരു പ്രതികാര പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു റിവഞ്ച് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയും അത് രൂപം കൊണ്ടു. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് ആൾസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. അപ്പോൾ എന്നാണ് 1871 ആര്? ജർമ്മനി ഫ്രാൻസിൻ്റെ കൈവശമുണ്ടായിരുന്ന 2 പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ആൾസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ ഫ്രാൻസിൻ്റെ കൈവശമുണ്ടായിരുന്ന ആൾസൈസും ലൊറൈനും 1871 ആരടിച്ചുകൊണ്ട് പോയി? ജർമ്മനി അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ജർമ്മനിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങണം. അതിനു വേണ്ടിയിട്ട് ആരംഭിച്ച പ്രസ്ഥാനം? ഫ്രാൻസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം. ഇനി സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. അപ്പോൾ ഈ സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൺ പ്രതിസന്ധി എന്നിവ. അപ്പോൾ സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധിയിലേക്ക് നയിച്ചു. അപ്പോൾ അങ്ങനെയുണ്ടായ പ്രതിസന്ധികൾ ഏതൊക്കെയാണ്? മൊറോക്കൻ പ്രതിസന്ധി, അതുപോലെ ബാൾക്കൺ പ്രതിസന്ധി എന്നിവ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. അത് 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൺ പ്രതിസന്ധിയും. ഇത് എന്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു? സാമ്രാജ്യത്വ കിടമത്സരങ്ങളുടെ ഭാഗമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ആരംഭിച്ച പ്രതിസന്ധികളാണ് ഈ പറഞ്ഞ പ്രതിസന്ധികളെന്ന് പറയുന്നത്. ഇനി സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? മൊറോക്കൻ പ്രതിസന്ധിയുമുണ്ട്, ബാൾക്കൺ പ്രതിസന്ധിയുമുണ്ട്. അതിലെന്താണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് നോക്കാം. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. അപ്പോൾ 1904 എന്ത് ചെയ്തു? ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യസന്ധി ഒപ്പുവെച്ചു. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഇങ്ങനെ ഒപ്പുവെച്ച രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ആരംഗീകരിച്ചു? ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. അപ്പോൾ ഈ സമയത്ത് മൊറോക്കോ പിടിച്ചെടുക്കാൻ ആര് തക്കം പാർത്തിരിക്കുകയായിരുന്നു? ജർമ്മനി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ജർമ്മനി ഫ്രാൻസിൻ്റെ മേധാവിത്വം അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. അപ്പോൾ മൊറോക്കൻ തുറമുഖമായിരുന്നു അഗഡീർ. ഈ അഗഡീറിലേക്ക് ജർമ്മനി എന്ത് ചെയ്തു? യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം എന്ത് ചെയ്തു? പരിഹരിച്ചു. അപ്പോൾ തുടർന്ന് ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ഒരു അനുരഞ്ജന ചർച്ചയൊക്കെ നടന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോ ആരുടെ കൈവശമുണ്ടായിരുന്ന തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ഫ്രാൻസ് ആർക്ക് വിട്ടുകൊടുത്തു? ജർമ്മനിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത എന്ത് ചെയ്തു? തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് ബാൾക്കൺ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൺ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ബാൾക്കൺ മേഖല സ്ഥിതി ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ഏതൊക്കെ കടലിനും ഏതിനൊക്കെ ഇടയിലാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ബാൾക്കൺ മേഖല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈജിയൻ കടലിനും പിന്നെ ആർക്കും? കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബാൾക്കൺ മേഖല എന്ന് പറയുന്നത്. ഇത് ഗ്രീസിന് കിഴക്കുള്ള ഒരു ഭാഗത്താണ്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും പിന്നെ ഏതാണ്? കരിങ്കടലിനും സമീപത്തായാണ് നമ്മുടെ ബാൾക്കൺ മേഖല സ്ഥിതി ചെയ്യുന്നത്.
ഇത് ഓട്ടോമാൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ ബാൾക്കൺ മേഖല എന്ന് പറയുന്നത് ആരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്? ഓട്ടോമാൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ബാൾക്കൺ മേഖല എന്ന് പറയുന്നത്. 1912 ബാൾക്കൺ സഖ്യം സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ എന്നിവയാണ് ബാൾക്കൺ സഖ്യത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ബാൾക്കൺ സഖ്യത്തിൽ ഉൾപ്പെടുന്നത്? സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ ഇവരെന്ത് ചെയ്തു? ഈ ബാൾക്കൺ സഖ്യം 1912 തുർക്കിയെ പരാജയപ്പെടുത്തി. അപ്പോൾ ബാൾക്കൺ സഖ്യം എന്ത് ചെയ്തു? 1912 ആരെ പരാജയപ്പെടുത്തി? തുർക്കിയെ പരാജയപ്പെടുത്തി. അപ്പോൾ തുർക്കികളെ ബാൾക്കൺ സഖ്യം പരാജയപ്പെടുത്തിയ വർഷം എന്നു ചോദിച്ചാൽ 1912 എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൺ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അപ്പോൾ ഈ ബാൾക്കൺ സഖ്യത്തിൽ വരുന്ന രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ഈ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൻ്റെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അപ്പോൾ ഇത് ബാൾക്കൺ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഇതെന്തിന് കാരണമായി? ബാൾക്കൺ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഇതാണ് ബാൾക്കൺ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രീക്കിന് കിഴക്കുള്ള പ്രദേശമാണ് ഏതൊക്കെയാ? ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് നമ്മുടെ ബാൾക്കൺ മേഖല സ്ഥിതി ചെയ്യുന്നത്. ബാൾക്കൺ മേഖല ആരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു? ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൺ സഖ്യമടങ്ങുന്ന സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ എന്നിവർ ആരെ പരാജയപ്പെടുത്തി? തുർക്കിയെ പരാജയപ്പെടുത്തുകയും ഈ പരാജയ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൺ സഖ്യങ്ങളുടെ രാഷ്ട്രങ്ങൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇതെന്തിന് കാരണമാവുകയും ചെയ്തു? ബാൾക്കൺ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. അപ്പോൾ മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൺ പ്രതിസന്ധിയും എന്തിന് കാരണമായി? ഇവിടെ യുദ്ധങ്ങൾക്ക് കാരണമായി. ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാൻ റഷ്യ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. അപ്പോൾ ബാൾക്കണിൽ ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി. അപ്പോൾ ഈ സമയത്ത് ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയ, റഷ്യയുടെ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. അപ്പോൾ ബാൾക്കൺ പിടിച്ചെടുക്കാൻ റഷ്യ ആരെ സഹായിച്ചു? സെർബിയയെ സഹായിച്ചു. ജർമ്മനി ആരെ പിന്തുണച്ചു? ഓസ്ട്രിയയെ പിന്തുണച്ചു. ഇവർ ഈ ഓസ്ട്രിയയും സെർബിയയും എന്ത് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു? ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാൻ റഷ്യയുടെയും ജർമ്മനിയുടെയും സഹായത്തോടെ ആരൊക്കെയാണ്? സെർബിയയും ഓസ്ട്രിയയും ശ്രമിച്ചു. ഈ സമയത്ത് എന്ത് ചെയ്തു? 1914 ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സരായോവയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗാവിലോ പ്രിൻസപ്പ് എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നു. അപ്പോൾ ഈ സമയം അപ്പോൾ സെർബിയ പിടിച്ചെടുക്കാൻ സെർബിയയും ആരുമാണ്? ആസ്ട്രിയയുമാണ് എന്ത് ചെയ്തത്? ഈ രാജ്യങ്ങൾ ബാൾക്കൺ പ്രദേശം പിടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു? 1914 ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആരാണ്? ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സരായോവോയിൽ വച്ച് സെർബിയൻ യുവാവായ ഗാവിലോ പ്രിൻസപ്പ് എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ ഓസ്ട്രിയയുടെ കിരീടാവകാശിയായ ആരാണ്? ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ആര് കൊന്നു? ഗാവിലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നു. സെർബിയയാണ് ഇതിന് ഉത്തരവാദിയെന്ന് പ്രഖ്യാപിച്ച ഓസ്ട്രിയ സെർബിയയ്ക്ക് മേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ ജൂണിലാണ് ഈ സംഭവം നടന്നത്. ഇതിനെതിരെ 1914 ജൂലൈ 28 ആര് യുദ്ധം പ്രഖ്യാപിച്ചു? ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രങ്ങളും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഓരോ സഖ്യരാഷ്ട്രങ്ങളും എന്ത് ചെയ്തു? അവരവരുടെ ചേരിയിലെ രാജ്യങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അപ്പോൾ റഷ്യ ആരുടെ കൂടെ ആയിരിക്കും നിന്നിട്ടുള്ളത്? റഷ്യ സെർബിയയുടെ കൂടെയും ജർമ്മനി ആരുടെ കൂടെയും നിന്നു? ഓസ്ട്രിയയുടെ കൂടെയും നിന്നു.
അപ്പോൾ ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികളായി. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ ലോകത്തിലെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ എന്ത് ചെയ്തു? ഇതിൽ പങ്കാളികളായി. അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണം ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 1914 ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സറായോവോയിൽ വെച്ച് എന്ത് ചെയ്തു? സെർബിയൻ യുവാവായ ഗാവിലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നതാണ് എന്തിന് കാരണമായത്? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം. അപ്പോൾ ഇതിൽ എന്താണ് അങ്ങനെ 1914 ജൂലൈ 28 എന്ത് ചെയ്തു? സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിലെ ചെറുതും വലുതുമായ രാജ്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഏതിൽ പങ്കെടുത്തു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു. ഇനി യുദ്ധത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് ഇവിടെ ഒരു അഡീഷണൽ റീഡിംഗ് പറഞ്ഞിട്ടുണ്ട്. യുദ്ധം സെല്ലുലോയിഡിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് റെന്നോയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രം ഏതാണ്? ഗ്രാൻഡ് ഇല്യൂഷൻ എന്നാണ് ആ ചലച്ചിത്രത്തിൻ്റെ പേര്. ഈ ചലച്ചിത്രം ആരാണ് സംവിധാനം ചെയ്തത്? ചലച്ചിത്രം ഴാങ് റംബോയുടെ ചലച്ചിത്രമാണ് ഏത്? ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിലൊന്നാണിത്. അപ്പോൾ ഈ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിലൊന്നാണ് ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. പ്രിൻ്റുകൾ, ഗ്രാൻഡ് ഇല്യൂഷൻ്റെ പ്രിൻ്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു. അപ്പോൾ ഈ ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രിൻ്റ് ആര് നശിപ്പിച്ചു? നാസിസത്തിൻ്റെ ഭാഗമായി നാസികൾ എന്ത് ചെയ്തു? അതിനെ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ എന്ത് ചെയ്തു? കണ്ടെടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചലച്ചിത്രങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട മറ്റ് സിനിമകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്നാമത് നമ്മൾ പറഞ്ഞു ആരാണ്? ഴാങ് റെന്നോയുടെ ഏതാണ്? ഗ്രാൻഡ് ഇല്യൂഷൻ. അത് ഏറ്റവും മികച്ച ചിത്രമാണെന്ന് പറഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിലൊന്നാണ് ഗ്രാൻഡ് ഇല്യൂഷൻ. പിന്നെ ഗ്രാൻഡ് ഇല്യൂഷനെ നാസികൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്? ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ലെവിസ് മൈൻസ്റ്റോണിൻ്റെ ഏതാണ്? ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. എല്ലാത്തിലും ഒരു ഇഷ്ടമയമുണ്ടെന്ന് ആലോചിക്കുക. ലെവിസ് മൈൻസ്റ്റോൺ എന്താണ്? ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ഇഷ്ട. അതുപോലെ സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി. സ്റ്റാൻലി കുബ്രിക്കിൻ്റെ എന്താണ്? പാത്ത് ഓഫ് ഗ്ലോറി എന്നിവ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധം 1918 അവസാനിച്ചു. അപ്പം നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം എന്നാണ് 1918. 1914 ജൂലൈ 28 ആരംഭിക്കുന്നു. 1914 ജൂലൈ 28 യുദ്ധം ആരംഭിക്കുന്നു. എന്ന് അവസാനിച്ചത് 1918 യുദ്ധം അവസാനിക്കുന്നു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവപ്പെട്ടു. എന്തൊക്കെയാണ്? ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ട് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്ത് ചെയ്തു? ജീവഹാനി സംഭവിക്കുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. അപ്പോൾ കൃഷി, അതുപോലെ വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ എന്ത് ചെയ്തു? തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് വർദ്ധിച്ചത്? ദാരിദ്ര്യം വർദ്ധിച്ചു, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തോടെ യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം എന്ത് ചെയ്തു? ദുർബലമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അപ്പോൾ ഏഷ്യയും ആഫ്രിക്കയും ഒക്കെ സ്വാതന്ത്ര്യത്തിനായിട്ട് എന്ത് ചെയ്തു? അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമരങ്ങളൊക്കെ ശക്തിപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് എന്ന
സംഘടന രൂപം കൊണ്ടു. അപ്പോൾ 1920 എന്ത് ചെയ്തു? ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് രൂപം കൊണ്ട സംഘടനയാണ് 1920 ആരാ? ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടു. ഇതൊക്കെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി സമാധാന ശ്രമങ്ങൾ ഉണ്ടായി. എന്തൊക്കെയാ സമാധാന ശ്രമങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം 1919 പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ആരൊക്കെ വിജയിച്ചത്? ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ്. അപ്പം നമുക്കറിയാം ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചേരുന്ന സഖ്യം നമ്മൾ പറഞ്ഞു എന്താണ്? സൗഹാർദ്ദ സഖ്യം അല്ലേ? ബ്രിട്ടനും ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞു, ഈ ഫ്രണ്ട് EFR ഈ ഫ്രണ്ട് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചേരുന്ന ആ സഖ്യമാണ് വിജയിച്ചത്. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യമാണ് വിജയിച്ചത്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? 1919 പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച്, അപ്പോൾ പാരീസ് സന്ധി നടന്നത് ഏത് വർഷമാണ്? 1919 പാരീസ് സമാധാന സന്ധി നടന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവർ വെവ്വേറെ സന്ധികൾ ഒപ്പുവിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം എന്ത് ചെയ്തു? പരാജയപ്പെട്ട രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ പരാജയപ്പെട്ട സഖ്യവുമായിട്ട് മറ്റൊരു സന്ധിയിൽ ഒപ്പുവെച്ചു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വെഴ്സായ് സന്ധി. അപ്പോൾ പാരീസ് സമാധാന ഉടമ്പടി നടന്നത് 1919, അതുപോലെ തന്നെ 1919 വെഴ്സായ് സന്ധി നടന്നത്. ആരുമായിട്ടായിരുന്നു വെഴ്സായ് സന്ധി പ്രധാനമായും ഒപ്പുവെച്ചത്? ജർമ്മനിയുമായി ആണ് വെഴ്സായ് സന്ധി ഒപ്പുവെച്ചത്. ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. അപ്പോൾ 1919 വെഴ്സായ് സന്ധി പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ ആര് വീതിച്ചെടുത്തു? ത്രികക്ഷി സൗഹാർദ്ദ സഖ്യങ്ങൾ എന്ത് ചെയ്തു? വീതിച്ചെടുത്തു. യുദ്ധ നഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. അപ്പോൾ യുദ്ധത്തിന് പരിഹാരമായിട്ട് ജർമ്മനി എന്ത് ചെയ്തു? യുദ്ധനഷ്ടമായിട്ട് വൻതുക ആർക്ക് നൽകേണ്ടി വന്നു? സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി. അപ്പോൾ എന്താണ്? സമ്പന്നമായ ഖനിപ്രദേശങ്ങളൊക്കെ സഖ്യകക്ഷികൾക്ക് ആർക്ക് കൊടുക്കേണ്ടി വന്നു? ജർമ്മനിക്ക് കൊടുക്കേണ്ടി വന്നു. എല്ലാറ്റിനുമുപരി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ആര്? സഖ്യകക്ഷികൾ. അപ്പം നമ്മൾ പറഞ്ഞു സഖ്യകക്ഷികളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരൊക്കെയായിരുന്നു? ജർമ്മനിയും ഇറ്റലിയും പിന്നെ ആരാണ്? ഇവർക്ക് ഹംഗറിയും അല്ലേ? ഓസ്ട്രിയ ഹംഗറിയുമാണ് ഏതെന്ന് പറയുന്നത്? ത്രികക്ഷി സഖ്യങ്ങൾ. അപ്പോൾ ഈ സഖ്യകക്ഷികൾ എന്ത് ചെയ്തു? എല്ലാ കുറ്റവും ആരുടെ മണ്ടയിൽ ചുമത്തി വെച്ചു? ജർമ്മനിയുടെ മകളിൽ ചുമത്തി വെച്ചു. അപ്പോൾ ഇതാണ് സമാധാന ശ്രമങ്ങളെന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക മാന്ദ്യം ഇനി നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. അപ്പോൾ അമേരിക്കയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ട് നേരിടേണ്ടി വന്നില്ല. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. അപ്പോൾ അമേരിക്കയ്ക്ക് എന്ത് ചെയ്തു? വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് കാശൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. അതോടെ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി. അങ്ങനെയാണ് ബ്രിട്ടീഷ് പൗണ്ടിന് പകരം എന്തായി മാറിയത്? അമേരിക്കൻ ഡോളർ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനമായി മാറിയത്. അപ്പോൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പൗണ്ടിന് പകരം ഇപ്പോൾ അമേരിക്കൻ ഡോളറായി മാറി. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. അപ്പോൾ യൂറോപ്പിന് പുറത്ത് എന്ത് ചെയ്തു? പുതിയ സാമ്പത്തിക ശക്തിയായി ആര് ഉയർന്നു വന്നു? അമേരിക്ക ഉയർന്നു വന്നു. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടു നിന്നില്ല. 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലായിരുന്നു. അപ്പോൾ അതിന് നിരവധി ഫലങ്ങളും ഉണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു എന്താണ്? അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം എന്ത് ചെയ്തില്ല? ദീർഘകാലം നീണ്ടു നിന്നില്ല. 1929 എന്ത് ചെയ്തു? ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടായി. ലോകത്താകെ ബാധിച്ചൊരു സാമ്പത്തിക മാന്ദ്യമുണ്ടായി. 1929 ഇത് ആരെയും ബാധിച്ചു? അമേരിക്കയെയും ബാധിച്ചു. ഇത് ആവിർഭവിച്ചത് എവിടെയായിരുന്നു? അമേരിക്കയിലായിരുന്നു.
ഇനി ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ കാശില്ലാതായി. അപ്പോൾ അവർക്ക് എന്തില്ല? സാധനങ്ങൾ വാങ്ങാനൊന്നും കഴിഞ്ഞില്ല. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്തു? ഫാക്ടറികളിൽ പൈസ ഇല്ലാതായപ്പോൾ വിറ്റഴിക്കാനോ വാങ്ങാനോ ഒന്നും ആരുമില്ല. അപ്പോൾ അത് ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. അപ്പോൾ അമേരിക്ക എല്ലാവർക്കും വായ്പകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാൻ ആർക്ക് കഴിവില്ലാതെയായി? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി മാറ്റാൻ വേണ്ടിയിട്ട്, ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? അവരുടെ കൈവശമുണ്ടായിരുന്ന കോളനികളിൽ എന്ത് ചെയ്തു? നികുതി വർദ്ധിപ്പിച്ചു. പാവം കോളനിക്കാർ എന്ത് ചെയ്തു? നികുതി കൊണ്ട് പൊറുതിമുട്ടി. അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനികളിലെ ജനങ്ങളുടെ ചുമലിലായി. അപ്പോൾ ഈ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം ആരുടെ ചുമലിലായി? ഇങ്ങനെ സാധാരണ പാവം കോളനികളിലെ ജനങ്ങളുടെ ചുമലിലായി. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ഒരു അഡീഷണറിൽ കറുത്ത വ്യാഴാഴ്ച എന്ന് പറഞ്ഞിട്ടൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്? 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ വ്യാപാര തകർച്ചയാണ് എന്തെന്നറിയപ്പെടുന്നത്? കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത്. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. അപ്പോൾ എങ്ങനെയാണ് ഓഹരി കമ്പോളം തകരാനുള്ള കാരണം എന്താണ്? നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവും ഓഹരി കമ്പോളത്തെ എന്ത് ചെയ്തു? തകർത്തു. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. ധാരാളം പേർ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു. തൊഴിലില്ലായ്മ രൂക്ഷമായി. ലോക വാണിജ്യം തന്നെ തകരാറിലായി. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ അറിയപ്പെടുന്ന പേരാണ് കറുത്ത വ്യാഴാഴ്ച എന്നാണ് ഇതറിയപ്പെടുന്നത്. കറുത്ത വ്യാഴാഴ്ച നടന്ന ദിവസം എന്നാണ്? 1929 ഒക്ടോബർ 24 കറുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം എവിടെ ഉണ്ടായി? ന്യൂയോർക്കിലെ ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച. അതാണ് കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് പാർട്ട് 2 ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഒന്നാമത്തെ പാർട്ടായിട്ട് നമ്മൾ ഈ വീഡിയോ എല്ലാവരും കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മൾ ടെലഗ്രാമിൽ PSC പ്രിസം ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അതിൽ കയറുകയാണെങ്കിൽ നമുക്ക് ആ ചാനലിൽ എല്ലാ ടോപ്പിക് ബേസായിട്ട് അതുപോലെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഡെയിലി ക്വിസുകൾ ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും PSC പ്രിസം ഒഫീഷ്യൽ എന്ന് പറയുന്ന ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൽ ഓരോ ദിവസവും നമ്മൾ ക്വിസ് ബോട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് പിന്നെ ഓരോ ചാപ്റ്റർ വൈസ് നമ്മുടെ SCRTയും അതുപോലെ മറ്റുള്ള ടോപ്പിക് വൈസായിട്ടുള്ളതുമായിട്ടുള്ള അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട നമ്മൾ പല ക്വിസുകളും അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.